പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ജാനകി സ്വന്തം ചേച്ചിയെ കാണാൻ പോകുന്നതാട്ടോ. ജാനകി അനയുടെ ചേച്ചി അനയുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കാരണം ചേച്ചി വിദേശത്തായിരുന്നു. അതുകൊണ്ടാണ് അനയുടെ കല്യാണത്തിന് വരാതിരുന്നത്. അതുകൊണ്ട് ചേച്ചിയെ കാണാൻ വേണ്ടി ജാനകി പോകുന്നതും അങ്ങനെ ചേച്ചി അനാമികയെക്കുറിച്ചും അനാമികയുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ പറയുന്നതാട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ജാനകിയുടെ ചേച്ചി രമ ജാനകിയെ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷേ ഈ ഫോൺ കാണുന്നത് അജയനാട്ടോ. അജയൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നിൻ്റെ ചേച്ചി രമ ഇതാ നിന്നെ ഫോണിൽ വിളിക്കുന്നു. ആ ചേച്ചി എന്തിനാ ഫോൺ വിളിച്ചത്? നീ ഒന്ന് ഫ്രീ ആണോ? നീ ഒന്ന് ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലത്തൊന്ന് വരാൻ പറ്റുമോ? എനിക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അനന്തപുരിയിലോട്ട് വരാം. ഞാൻ ആദ്യം അനന്തപുരിയിലോട്ട് വരണം എന്നാണ് വിചാരിച്ചത്. പിന്നീട് ഞാൻ വിചാരിച്ചു നിന്നെയും കൂട്ടി നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നാൽ പോരെ? ഇങ്ങനെ രമ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഓക്കെ ചേച്ചി ശരി, ഞാൻ അജയേട്ടനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊള്ളാം. അങ്ങനെ അവർ ഫോൺ വെക്കുകയാണ്. അജയേട്ടാ എന്നെ ഒന്ന് ഷോപ്പിംഗ് മാളിൽ ഡ്രോപ്പ് ചെയ്യണം, എനിക്ക് അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ നീ ഷോപ്പിംഗ് മാളിലോട്ട് പോകുന്നത്? നമ്മൾ ഈ ഇടയ്ക്കല്ലേ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തത്. അതിനുവേണ്ടിയല്ല അജയേട്ടാ, എനിക്ക് പോകേണ്ടത് ചേച്ചിയുടെ കൂടിയാണോ? നിൻ്റെ ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നുകൂടെ? ചേച്ചി എന്താ വിദേശത്ത് നിന്ന് വന്നിട്ട് ഇതുവരെ ഇവിടെയും വരാത്തത്? അതല്ല അജയേട്ടാ, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരു ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യും. അജയേട്ടാ ഇവിടുത്തെ വേലക്കാരി മീനാക്ഷിയോട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറയണം. പിന്നെ ഒരു വലിയ സദ്യ തന്നെ ഉണ്ടാക്കണം. എന്തായാലും ചേച്ചി ഇവിടെ നിൽക്കുന്നതല്ലേ, ചേച്ചിക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓ ശരി, എന്നാൽ നീ പെട്ടെന്ന് ഒരുങ്ങെന്നും പറഞ്ഞ് അജയൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമിക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നതാണ്. ആ സമയത്താണ് നവ്യ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അനാമിക കാണുന്നത്. അനാമികയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആരെ കാണേണ്ടെന്ന് വിചാരിക്കുന്നു അവരെ തന്നെയാണ് കാണുന്നത്. ഇനി എന്നെ കണ്ടതുകൊണ്ട് അവൾ ഇവിടുന്ന് വേഗം എഴുന്നേറ്റ് പോവുകയില്ല. എന്തായാലും എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി എത്ര നേരം അവളെ കാത്തിരിക്കുന്നേ? ഇങ്ങനെ അവൾ പോകാതിരുന്നാൽ ഞാൻ എന്തു ചെയ്യും? അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് അനാമിക മേശയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാണ്. ആ സമയത്താണ് ജലജ നവിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളെല്ലാം മേശയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ആൻറ്റി അമ്മയുണ്ടാക്കിയ ഭക്ഷണം എനിക്കും കൂടി ഒന്ന് മേശയിലെടുത്ത് വെക്ക്. അയ്യോ അതിന് ജാനകി ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ജാനകി ഇന്ന് അടുക്കളയിൽ പോലും കയറിയിട്ടില്ല. അയ്യോ അമ്മ ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ? എനിക്കാണെങ്കിൽ നല്ലപോലെ വിശക്കുന്നുണ്ട്. അമ്മ എന്താ ഇന്നൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തെ? ഇങ്ങനെ അനാമിക ദേഷ്യത്തോടെ പറയുമ്പോൾ, മോളെ ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നീ എടുത്ത് കഴിച്ചോ എന്ന് ജലജ പറയുന്നുണ്ട്. പുട്ടും കടലക്കറിയും കാണുമ്പോൾ അനാമികയുടെ നാവിൽ വെള്ളം മോറുന്നുണ്ട്. എന്നാലും അനാമിക പറയുകയാണ്, പുട്ടും കടലക്കറിയൊന്നും ഞാൻ കഴിക്കില്ല. ഇങ്ങനത്തെ ചീപ്പ് ഭക്ഷണ സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, ചീപ്പ് ഭക്ഷണ സാധനങ്ങളെന്ന് ഇതുണ്ടാക്കിയ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവളുമാർക്ക് ഇത് കഴിച്ചാൽ പോരെ, വേറെ എന്തെങ്കിലും അറിയണോ? എന്തായാലും എൻ്റെ ഒരവസ്ഥ. ആൻറ്റി അമ്മ എന്താ ഇങ്ങനെ ചെയ്തത്? ആൻറ്റി വല്യമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ അനാമിക പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതിന് ഏട്ടത്തി ഉണ്ടാക്കുന്നത് ഏട്ടത്തിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. ഏട്ടത്തിക്കും ജയേട്ടനും ആദർശിനും നയനയ്ക്കും വേണ്ടി മാത്രം. അത് അവർ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കഴിയും. പിന്നെ ഞാനുണ്ടാക്കുന്നത് എനിക്കും അബിക്കും അതുപോലെ ഇവൾക്കും വേണ്ടി മാത്രം. ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. നവ്യയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട്, നിൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം നീ എടുത്ത് കഴിക്കുക, അപ്പം നിൻ്റെ വിശപ്പെല്ലാം മാറും. അല്ലാതെ ഇതൊക്കെ ചീപ്പ് ഭക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെ വിശപ്പ് ഒരിക്കലും മാറില്ല. അപ്പോൾ അനാമിക, അതിന് നിൻ്റെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാൻ അറിയാം. അതിന് നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഓഹോ അങ്ങനെയാണോ? എന്നാൽ നീ ഈ ഭക്ഷണം കഴിക്കണ്ട എന്ന് നവ്യ പറയുകയാണ്. എന്നിട്ട് ഭക്ഷണം എടുത്ത് നവ്യയുടെ അടുത്തോട്ട് വെക്കുകയാണ്. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, നവ്യേ നീ അവൾക്കും കൂടി ഭക്ഷണം കൊടുക്കുക. അനാമിക മോൾക്ക് വിശക്കുന്നില്ലേ? അവളും കൂടി കഴിക്കട്ടെ. ആ സമയത്താണ് അബി അങ്ങോട്ട് കയറി വരുന്നത്. അബി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇന്ന് കഴിക്കാനുള്ള? പുട്ടും കടലയും കഴിക്കാനുണ്ടടാ. നിൻ്റെ ഭാര്യ ഗർഭിണിയല്ലേ, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതിലേ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് എപ്പോഴും ഇവിടെ പുട്ടും കടലയാണ്. ഇവിടെ നോൺ വെജ് ഒന്നും ഇല്ലേ അമ്മേ? നോൺ വെജൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതൊക്കെ വെട്ടിക്കൂട്ടി ശരിയാക്കണം. അതിന് എന്നെ ആരെങ്കിലും സഹായിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഉള്ളത് കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇവിടെ ചിലർക്കൊക്കെ വെച്ചുണ്ടാക്കി ഞാൻ ഒത്തിരി മടുത്തു, എൻ്റെ നടു ഒടിഞ്ഞു എന്ന് പറയുകയാണ് ജലജ.
നടുവൊടിഞ്ഞെങ്കിലേ അത് നിങ്ങളാണ് ഉത്തരവാദി, അല്ലാതെ ഞാനല്ല എന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എല്ലാത്തിനും ഞാനാണ് ഉത്തരവാദി. എന്നിരുന്നാലും ഞാൻ നിനക്ക് വെച്ചുണ്ടാക്കി തന്നില്ലേ, അത് നീ മാത്രം കഴിക്കാതെ അനാമിക മോൾക്കും കൂടി കുറച്ച് കൊടുത്താലെന്താ? അവൾ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ, നിങ്ങളുണ്ടാക്കിയ ഭക്ഷണത്തെയാണ് ചീപ്പ് ഭക്ഷണം എന്ന് പറഞ്ഞത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെയല്ല. ഇനി അധികം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നാവടക്കി വെക്കാൻ നോക്ക് എന്ന് പറയുകയാണ് നവ്യ. അവിയാണെങ്കിൽ പുട്ടും കടലക്കറിയെല്ലാം നല്ല കുഴച്ച് കഴിക്കുകയാണ്. ഇത് കണ്ടിട്ട് നാവിൽ വെള്ളം ഉറുകയാണ് അനാമികയുടെ. എന്തായാലും അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ജാനകി നല്ല സാരിയെല്ലാം ഉടുത്ത് അങ്ങോട്ട് വരുന്നത്. ജാനകി അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ എൻ്റെ സാരി എങ്ങനെയുണ്ട്, നല്ലതാണോ ഉടുത്തിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ വിശന്ന് മനുഷ്യൻ്റെ കുടൽ കരിയുമ്പോഴാണ് ഇവരുടെ ഒരു സാരി. അമ്മ എന്താ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എനിക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കുന്നു, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. മോളെ, എൻ്റെ ചേച്ചി വിദേശത്തു നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി പോവാ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടുക്കളയിലൊന്നും കയറാതിരുന്നത്. പിന്നീട് ജാനകി ജലജയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്താ എൻ്റെ മോൾക്ക് മാത്രം ഭക്ഷണമൊന്നും കൊടുക്കാതിരുന്നത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണല്ലോ ജാനകി, പക്ഷേ ഇവിടെ ചിലർ അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഇന്ന് പുട്ടും കടലയാണ് ഞാൻ ഉണ്ടാക്കിയത്, അത് അനാമിക മോൾക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇത് കേൾക്കുന്ന അജയനാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഇവിടെ എന്തുണ്ടാക്കിയോ അത് നമ്മൾ കഴിച്ച് പഠിക്കാൻ ശീലിക്കണം. ഇനിയിപ്പോൾ മോൾക്ക് പുട്ടും കടലയും പറ്റുന്നില്ലെങ്കിൽ മോള് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ നോക്ക്. നാളെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. അജയേട്ടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ജാനകി അവിടുന്ന് പോകുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നവ്യ ചേച്ചിയെ കിട്ടിയപ്പോൾ അമ്മായിയമ്മയ്ക്ക് മരുമോളെ വേണ്ടാന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. പിന്നീട് ജാനകി ചേച്ചിയെ കാണാൻ ഷോപ്പിംഗ് മാളിലേക്ക് കയറുകയാണ്. കയറിയപ്പോൾ തന്നെ ജാനകി ചേച്ചിയെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി ചേച്ചിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ചേച്ചി നല്ല സുന്ദരിയായല്ലോ, ചേച്ചിയെ കണ്ടിട്ട് എത്ര നാളായെന്നൊക്കെ ജാനകി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന രമ ജാനകിയുടെ ഇട്ട് പറയുന്നുണ്ട്, നീ നന്നായി തടിച്ചല്ലോ, എന്നാലും നീ ഇപ്പം എൻ്റെ അമ്മേനെ കാണാനൊന്നും പോകലില്ല അല്ലേ? അമ്മ എപ്പോഴും പരാതി പറയുന്നുണ്ട് അമ്മയെ കാണാൻ നീ വരുന്നില്ല എന്നൊക്കെ. ഓ ചേച്ചി, അതിനൊന്നും ഇപ്പം സമയം കിട്ടാറില്ല. കാരണം എനിക്ക് അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി കാണും. അതുകൊണ്ട് എനിക്ക് അമ്മയെ കാണാനൊന്നും സമയം കിട്ടുന്നില്ല ചേച്ചി. ഓ, നിനക്ക് അവിടെ എന്താ പണിയുള്ളത്? അവിടെ ഇഷ്ടം പോലെ വേലക്കാരുണ്ടല്ലോ, നീ എന്തിനിങ്ങനെ കള്ളം പറയുന്നതെന്നൊക്കെ രമ ജാനകിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറയുന്നത് അനിയുടെ ഭാര്യ വന്നതിൽ പിന്നെയാണ് നിനക്ക് ഈ മാറ്റമെന്നാ. എന്താ നിൻ്റെ മരുമകൾ വല്ലാത്ത കുഴപ്പക്കാരിയാണോ? അല്ല ചേച്ചി, എൻ്റെ മരുമകളെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, അവൾ ഒരു പാവമാണ്. പിന്നെ അവിടെ ഇല്ലേ പിന്നെ ദേവയാനിയുടെയും ജലജയുടെയും മരുമക്കൾ, അവരെ കൊണ്ടാണ് കുഴപ്പം. അവർ രണ്ടുപേരും വിഷവിത്തുക്കളാണ്. നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? നയനെക്കുറിച്ചോ? നിനക്ക് നയനേനെ ഒത്തിരി ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രമ ചോദിക്കുന്നുണ്ടേ. അയ്യോ, അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നീടല്ലേ എനിക്ക് അവളുടെ സ്വഭാവം മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് അവളോട് ഇപ്പോൾ ഒത്തിരി വെറുപ്പാണ്. എനിക്ക് ആകെ ഇഷ്ടം എൻ്റെ മരുമകളെ മാത്രമാണ്. അവളാണ് അവിടുത്തെ മിടുക്കി കുട്ടി. നീ പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് നയനമ്മളെക്കുറിച്ചുള്ളൂ. അതോർത്ത് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. എന്നാലേ ചേച്ചി ആ ഇഷ്ടമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ. അവളും അവളുടെ വീട്ടുകാരും വിഷവസ്തുക്കളാണ്. അവളുടെ അനിയത്തിയില്ലേ നന്ദു, അവളെ എൻ്റെ അനാമിക മോൾക്ക് പകരം അനിയുടെ ഭാര്യയായിട്ട് അവിടെ കയറ്റാൻ നോക്കിയതാ. അതേപ്പറ്റി നീ മുമ്പ് പറഞ്ഞതാണല്ലോ. അതേ ചേച്ചി, അവരങ്ങനെ തന്നെയാണ്. ആ നയനയില്ലേ, അവൾ ആളുകളെ മയക്കാൻ നല്ല മിടുക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങിയത്. നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കുകയാണ്. പിന്നീട് രമ ജാനകിയോട് പറയുന്നുണ്ട്, ഓക്കെ, ഇനി നീ നിൻ്റെ പ്രശ്നങ്ങൾ പറ. നീ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലോട്ട് ചെല്ലാത്തത്? വേറെ ഒന്നുമല്ല ചേച്ചി, എൻ്റെ മരുമകൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അവൾക്ക് 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ വീട്ടിലോട്ട് വരാത്തത്. നീ നിൻ്റെ മരുമകളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണല്ലേ. ഇതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. നീ കുറേ പേരെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇപ്പോൾ അമ്മയെ വിളിക്കൽ പോലും ഇല്ലെന്നാണ് അമ്മ പറയുന്നത് എന്ന് രമ പറയുന്നുണ്ട് കേട്ടോ.
അമ്മയെ എപ്പോൾ വിളിച്ചാലും അമ്മ എപ്പോഴും നയനയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരും. നയന ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇനി അതൊക്കെ മറന്നേ പറ്റൂ. എന്തായാലും ചേച്ചി ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഞാൻ അനാമികയുടെ അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ ചേച്ചി വരുന്നത് പ്രമാണിച്ച് വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ദിവസത്തെ ലീവൊന്നുമില്ല ജാനകി, ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. പിന്നെ അതിലൊരു ദിവസം അനന്തപുരിയിൽ വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ എനിക്ക് അവിടെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ കൂടെ ഒന്ന് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആദർശിനെയും അബീനെയും അനീനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലമായില്ലേ, ചെറുപ്പത്തിൽ കണ്ടതാണ്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ വന്നു കയറിയ മരുമക്കളെ ഒന്ന് കാണണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വരാൻ തീരുമാനിച്ചത്. പിന്നീട് ജാനകി രേവതിയുടെയും വേണുവിൻ്റെയും ഫോട്ടോ എടുത്ത് ചേച്ചി ഇതാണ് എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടതും രമ ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ഞെട്ടലോടെ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ? ഇത് രേവതിയല്ലേ? രേവതി എൻ്റെ പഴയ കൂട്ടുകാരിയായിരുന്നു. എനിക്ക് രേവതിയെ നേരത്തെ അറിയാം. ചേച്ചിക്ക് ഇവരെ നേരത്തെ അറിയോ? ഇവര് ഒരുപാട് സ്വത്തും ആസ്തിയുള്ളവരാ, വലിയ കുടുംബക്കാരാ. ഒരുപാട് സ്വർണം കൊണ്ടാണ് അനാമിക നമ്മുടെ വീട്ടിൽ വന്നു ചേർന്നത്, അല്ലാതെ മറ്റു മരുമക്കളെ പോലെയല്ല. ജാനകി ഇങ്ങനെ പറയുമ്പോൾ രമ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ സ്വത്തിനും പണത്തിനും ഒക്കെ ആർത്തി കാണിക്കാൻ തുടങ്ങിയത്? നീ വന്ന വഴി ഒരിക്കലും മറക്കരുത് ജാനകി. പിന്നെ ഈ രേവതി എപ്പോഴാ പണക്കാരിയായി മാറിയത്? ഇവള് എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞവളാ, അവളെങ്ങനെ ഇങ്ങനെ പണക്കാരിയായി മാറിയത് എന്നൊക്കെ രമ പറയുമ്പോൾ ജാനകി ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചിക്ക് ആള് മാറിപ്പോയതായിരിക്കും. ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയത് അനാവശ്യം പറയാനാണോ? ഇതൊക്കെ കേൾക്കുമ്പോൾ രമ പറയുന്നുണ്ട്, ജാനകി ഞാൻ നിന്നെ എപ്പോഴെങ്കിലും പറ്റിക്കുമോ? ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ, ഞാൻ നിന്നെ പറ്റിക്കുമോ ജാനകി? രേവതിയെ എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് തന്നെ ഞാനും രേവതിയും കൂടെ ഒരു ബിസിനസ് നടത്തിയിരുന്നു. അതിൽ 10-20 ലക്ഷം രൂപ എന്നെ തട്ടിച്ചിട്ടാണ് രേവതിയും രേവതിയുടെ ഭർത്താവും വേണുവും കൂടെ കടന്നു കളഞ്ഞത്. അവർ അത്ര ഫ്രോഡുകളാണ് ജാനകി, നിനക്ക് അവരെ അറിയത്തില്ലാഞ്ഞിട്ടാണ്. പിന്നെ കുറേ സ്വർണം കൊണ്ടൊക്കെ വീട്ടിലോട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്, അത് സ്വർണം തന്നെയാണെന്ന് നീ നോക്കിയിട്ടുണ്ടോ ജാനകി എന്ന് രമ ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി, ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഞാനൊക്കെ അതെങ്ങനെയാണ് നോക്കുന്നത്? പിന്നെ അനാമിക ഒരു പാവം കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല ചേച്ചി എന്ന് ജാനകി പറയുന്നുണ്ട്. എന്തായാലും അനാമിക ഒരു പാപം കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേവതിയുടെ മോളല്ലേ. പിന്നെ നീ വിചാരിക്കുന്ന പോലെ അവർക്ക് ഇതിന് മാത്രം സ്വത്തും ആസ്തിയൊന്നുമില്ല. അവർ മൊത്തം കടം കയറി കടക്കണിയിൽ കിടക്കുകയാണ്. അവർക്ക് എങ്ങനെയാണ് സ്വത്തും ആസ്തിയൊക്കെ ഉണ്ടാകുന്നത്? പിന്നെ നിന്നെ എന്തൊക്കെയോ പറ്റിച്ചാണ് ഇവർ ആ കുടുംബത്തിൽ വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നീ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട. എന്തായാലും രേവതി മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവളാണ്. അവൾ ഒരാളെ പറ്റിച്ച് കഴിയുമ്പോൾ അടുത്തയാളുടെ അടുത്തോട്ട് പോകും. അങ്ങനെയുള്ള അവളുടെ മോളും അധികാലം അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എവിടേക്കോ തെറ്റുപറ്റി ജാനകി. നീ എല്ലാം അന്വേഷിക്കാതെയാണ് ഇതിലെല്ലാം ചെന്നുപെട്ടത്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ ഒരു ദിവസം അവിടെയുണ്ടല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചെത്ത് കൊണ്ടുവരാം എന്ന് രമ പറയുമ്പോൾ ആകെ ഷോക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ജാനകി.